ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനായി പോയോ? അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്നലെ നമ്മുടെ സ്റ്റുഡിയോന്റെ നമ്മൾ ചെളി കൊണ്ടൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു ഭിത്തിയിലൊക്കെ. അപ്പൊ അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച കളർ തന്നെ വന്നിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് കളർ വന്നത്. അതാ നോക്കിയാൽ നമ്മൾ ഇന്നലെ ഈ സൈഡൊക്കെ തേച്ചായിരുന്നു കേട്ടോ. ഫ്രണ്ട് സൈഡ് ഇപ്പുറത്തെ സൈഡിലോട്ട് തേച്ചിട്ടില്ല, പുറത്ത് വെച്ചിട്ട്. ഇവിടെ നമ്മൾ പഴയ കളർ തന്നെയാണ് കേട്ടോ. ഈ സൈഡ് ഒരു കളർ, ഇപ്പുറത്തെ സൈഡ് വേറെ കളർ. അപ്പൊ പുറത്ത് അങ്ങനെയാണ് കേട്ടോ. അകത്തേക്ക് വരുമ്പോൾ എന്താ നമ്മൾ ഇന്നലെ ഈ സൈഡ് ഭിത്തിയിരുന്നു തേച്ചിരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് നോക്ക് കേട്ടാ. നമുക്ക് ഇപ്പുറത്തെ സൈഡ് കിട്ടി നമ്മൾ ചെയ്തിരിക്കുന്ന അതേ കളർ തന്നെ കിട്ടും. ആ സൈഡിൽ നമ്മൾ ഈ കളർ ചെയ്തിരുന്നത്. അപ്പൊ ആ സെയിം മണ്ണ് തന്നെ യൂസ് ചെയ്തപ്പം സെയിം കളർ കിട്ടി. ഇവിടെയാണ് മൊത്തം അലമ്പായി കിടക്കുന്നത്. നോക്ക് റൂം നോക്കിയേ, മൊത്തം ചെടി ഇവിടെ നോക്കിയേ. ഇത് പൊന്നു നോക്കിയതാണ്. ഇന്നലെ പൊന്നു ഇവിടെ ചെടി വെച്ചപ്പോ എനിക്ക് വയ്യാണ്ടായി. ഞാൻ പോയി കിടന്ന് കുഞ്ഞേച്ചീന്റെ മരുന്ന് പനിച്ച് രാത്രി ആയപ്പോഴത്തേക്ക് പനിച്ച്. അപ്പൊ ഞാൻ കുഞ്ഞേച്ചീന്റെ മരുന്നെടുത്ത് കുടിച്ച് കിടന്ന്. അത് കഴിഞ്ഞാലാണ് എനിക്ക് ഇപ്പൊ ഒരു ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ കഫക്കെട്ട് നിറഞ്ഞുമ്പോ നമുക്കൊരു ചെവി കേൾക്കാത്തൊരു ഫീൽ ഇല്ലേ? ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ എനിക്കിപ്പോ. ക്ഷീണം, വേറെ കുഴപ്പമൊന്നുമില്ല, ജലദോഷം കുറവുണ്ട്. നോക്ക് എന്റെ കാലിന്റെ പോലെ നോക്ക്. ഇന്നലെ ഫുള്ള് ഇതിനകത്ത് മണ്ണിനകത്താക്കിയിട്ട് കാല് മൊത്തം വെള്ളത്തിൽ മൊത്തം കഴുകിയില്ലായിരുന്നു. നമുക്ക് പോവാം. അപ്പൊ പോയിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചായിരുന്നോ നീ ഇന്നലെ? നീ ഒഴിച്ചോ? ഒരിക്കലും ഇവിടെയൊക്കെ ചെടിയാക്കി കൊടുത്തു. എന്നാ ഞാൻ വെള്ളം ഒഴിക്കൂല. എടി ഇവിടെ ആക്കി ചെയ്യുന്ന ചെടി കണ്ടോ? ഇവിടെ ഭയങ്കര ചെടിയാക്കി വെക്കലാണ് കേട്ടോ. കണ്ടോ ഈ പൊട്ടി ചട്ടി എടുത്തിട്ട് കൊണ്ട് വെച്ചിട്ട് തിരിച്ചു വെച്ചേക്കുന്നത് അങ്ങോട്ടേക്ക്. ആ ചട്ടി ഇത് ഇവിടെ ഉള്ളതിനേക്കാൾ നല്ല ഇല്ലാത്തയാ. ഇതിന് ഇതൊക്കെ നോക്ക്, ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോ ലോക്കൽ സെറ്റപ്പ് തോന്നുന്നേ. ഇതൊക്കെ നോക്ക്, ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇങ്ങനെയാക്കി വെച്ചിട്ട് ശോഷിച്ചു പോയതൊന്നുമല്ല. അതോ നിങ്ങൾ കമന്റ് ചെയ്യണം, ഇത് ഉള്ളതാണ് ഇല്ലാത്തതാണോ നല്ലതെന്ന് പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതൊന്നും ഇല്ലാത്ത നല്ലത്. വൃത്തിയായിട്ടിരിക്കണം റൂം. എന്നിട്ട് അത് മുഖം തിരിച്ച് അങ്ങോട്ടേക്ക് വെച്ചേക്കുക. അത് ആരും കാണൂലല്ലോ അല്ലേ? അപ്പന്റെ മോളാണോ അമ്മേന്റെ മോളാണോ? അപ്പയുടെ മോളല്ലേ? നീ അപ്പന്റെ മോളല്ലേ? അല്ലേ 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 പറ, അല്ലേ പറ. അപ്പയുടെ മോളല്ലേ? അല്ലേ? അപ്പയുടെ മോളല്ലേ പറ. അപ്പന്റെ മോളല്ലേ പറ. ആരുടെയാ ആരുടെയാ ആരുടെ മോളാ? അപ്പയുടെ കുഞ്ഞല്ലേ? അപ്പയുടെ ആണോ അമ്മേന്റെ ആണോ? ഞാൻ രണ്ടുപേരുടെ അല്ല. എപ്പോ ചോദിച്ചാൽ പറയാം കേട്ടോ. രണ്ടുപേരുടെ അല്ല, ഞാനാന്ന് പറയും. സ്കൈ അപ്പ 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 അല്ലേ? അപ്പ അല്ലേ? അപ്പയാ അപ്പാന്ന് പറഞ്ഞോട്ടോ സ്കൈ ഇടയ്ക്ക്. അപ്പ നിങ്ങൾ കേട്ടില്ലായിരുന്നു വീഡിയോക്കകത്ത്? അപ്പാന്ന് പറഞ്ഞില്ലേ കുഞ്ഞ്? ആ ആ പാ 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 അപ്പ പറ പാ അപ്പ അപ്പ അപ്പിയല്ല അപ്പ. അപ്പ അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. കൈന് മാത്രം ഇഷ്ടമുള്ളൂ. അന്നെ പറയില്ല, സാം പറയില്ല. സാം പറയൂ, അന്നെയാണ് പറയാത്ത. ആ കണ്ടോ കണ്ടോ കണ്ടോ, സാം പറഞ്ഞ കണ്ടോ? സ്കൈ അങ്ങനെ കേട്ടോ. സ്കൈക്ക് എന്നോട് ഭയങ്കര സ്നേഹ. കൈ അന്നാസാം ഞങ്ങൾ പുൽപ്പള്ളി പോവുകയാണെ. അപ്പോൾ സ്കൈ ആണെങ്കിൽ സ്കൈക്ക് കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് വാശി കിട്ടുക. നല്ല പൊരി വെയിലാണ്. സ്കൂട്ടിയിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഒന്ന് ആശുപത്രിയിൽ പോയി കാണിക്കണം എനിക്ക്. അപ്പോൾ സാമ്പോയും ഞാനും കൂടെ സ്കൂട്ടിയിലാണ് പോണത്. സ്കൈ ആണ് അടി കൂടുകടാ. വേഗം വിട്ടോ, എസ്കേപ്പ്. വഴക്കാണ് കരയിൽ നോക്കിക്കേ. അയ്യോ ഓടി വരാട്ടോ. വഴക്ക് പാവട്ടോ. ഭയങ്കര വെയിലല്ലേ, കൈനെ കൊണ്ട് പോക്ക് നടക്കില്ല. ആ വണ്ടിയില്ല, പോട്ടെ. അയ്യോടാ പാവം നമ്മുടെ വീട് കുറേ പേർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് ഭയങ്കര എല്ലാവരും എപ്പോഴും പറയൂല്ലോ. ഞാൻ ഒരിക്കലും വീട് പൊളിക്കൊന്നും ചെയ്യരുത്, അങ്ങനത്തെ ഒരു വീട് കിട്ടാൻ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ. നല്ല പണ്ടത്തെ ഒരു മോഡൽ വീടല്ലേ.
അല്ലേ? ആ സ്റ്റെപ്പൊക്കെ ഭയങ്കര ഐശ്വര്യമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര സന്തോഷായിട്ടോ. ഞങ്ങള് ടൗണിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ട് ചിലത്ത് എന്നെ ഒന്ന് കാണിക്കണം എന്നുണ്ട്. എനിക്കാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ആശുപത്രിയിൽ പോയിട്ട് ബ്ലഡ് എടുത്തതോടെ പേടിയാ. അയ്യോ ആരാ പറയണേന്നറിയോ? ഒന്ന് ഇവനോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ പറഞ്ഞിട്ട് ഒരു നോക്കാത്തവനാണ് കിടന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കൂട്ടുകാരെ. നല്ല നീല ആകാശം, PKB ബസ്, JCB. അയ്യോടാ കൈ കാണാൻ സന്തോഷമായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടേ. നമ്മൾ പുളി വാങ്ങി, വാളംപുളി വാങ്ങി, ഇതൊക്കെ വാങ്ങിച്ചേ. മേടിച്ചു, പച്ചമുളക് മേടിച്ചു. നിന്റെ കൂട്ടത്തിൽ എനിക്ക് ജലദോഷം പിടിച്ചു കഴിഞ്ഞാ നീ ഇതൊന്ന് കൊളുത്തിക്ക. ഞാൻ എന്തൊക്കെയാ പറയുന്നേ? നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പൊ ഇനി നമുക്ക് അടുത്തത് പൈനാപ്പിൾ വാങ്ങാം കേട്ടോ. കുഞ്ഞുവിന്റെ ജലദോഷം മാറണമെങ്കിൽ ജലദോഷം പറഞ്ഞ് പൈനാപ്പിൾ കുടിച്ച് നല്ലതെന്ന് പറയത്തില്ല. പൈനാപ്പിൾ ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കാം. പൈനാപ്പിൾ വാങ്ങിട്ട് വീട്ടിൽ പോയിട്ട് കുടിച്ച് നോക്കാം. സ്പെഷ്യൽ സാമ്പോ ജ്യൂസ്. ആൾക്കാർ ഭ്രാന്താണ്. റോട്ടിൽ കൂടെ മാറ്റപ്പെടുത്തുന്നു. നമ്മുടെ ഈ പുൽപ്പള്ളിയിൽ എന്തോരം പാർക്കിംഗ് സ്ഥലം അല്ലേ? ഹോട്ടലില്ലാതെ എനിക്ക് വിശക്കും. താഴെ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നില്ലേ? അയ്യോ ഗുഡ്സ് കാണാനില്ലല്ലോ. ഗുഡ്സല്ല ഗുഡ്സ്. ഗുഡ്സോ? ആ ഗുഡ്സ് അവിടെ പോയി. എടാ ഗുഡ്സ് ഇല്ല അവിടെ. ഗുഡ്സ് നമ്മൾ ടൗണിലേക്ക് വന്നപ്പോ ഗുഡ്സ് വണ്ടിക്കകത്ത് പൈനാപ്പിൾ കണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു പോകുമ്പോൾ വാങ്ങാൻ ഓർത്തേ. ഇതാ പറയുന്നത് പിന്നത്തേക്കൊന്നും വെക്കരുതെന്ന്. വളക്കി മേലോട്ട് പോവാം. ഇതാണ് താഴെ അങ്ങാടി. ഈ തോട് കണ്ടോ കൂട്ടുകാരെ? ഈ പാലത്തിന്റെ അടിയിൽ ഒരു കുഞ്ഞു തോടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇവിടുത്തെ ഐതിഹ്യം അങ്ങനെയാണ്. പണ്ട് സീതാദേവി അമ്മ മക്കളെ ലെവനെയും കുശിനെയും കുളിപ്പിക്കാൻ വേണ്ടി ആ തോട്ടിൽ ഇറങ്ങിയപ്പം ലെവനെയാണോ കുശിനെയാണോ ആരോ ഒരാളെ അട്ട കടിച്ചു. അപ്പൊ സീതാദേവി അമ്മയ്ക്ക് വിഷമായിട്ട് സീതാദേവി അമ്മ ശപിച്ചു. അത് കാരണമാണ് നമ്മൾ ഈ പുൽപ്പള്ളിയിൽ മാത്രം അട്ടയില്ല കേട്ടോ. കുറച്ചൊരു പ്രദേശത്തേക്ക് അട്ടയില്ല. സത്യമായിട്ട് ഇവിടെ അട്ടയില്ല കേട്ടോ. ഇങ്ങനെ കടിക്കുന്ന അട്ടയില്ല. റിസോർട്ട് പോയപ്പോ കടിച്ച അട്ടയില്ല. അത് ഇവിടെ ഇല്ല പുൽപ്പള്ളിയിൽ. ഇല്ല കേട്ടോ. ചേസ് ചെയ്ത് പിടിക്കാം. ഇവിടെ നിന്നാണോ മേടിക്കുന്നത്? എടാ ഗുഡ്സിലാണ് വില കുറവ്. നീ പറമ്പിലും കൊണ്ടൊക്കെയല്ലേ നമ്മൾ കണ്ടുപിടിച്ചേ. ഇതാണ് വിജയ സ്കൂള്. പോയിട്ടുണ്ടെ കഞ്ഞി കുടിച്ചിട്ട് വന്നാലോ? എത്രേട്ടാ? 60 രൂപ. 60 ഒരു പൈനാപ്പിൾ കിട്ടോ. നമ്മൾ കടയിലാണ് 80 രൂപ അല്ലേ? ഹോസ്പിറ്റലില് ഡോക്ടർ ഫീസ് തന്നെ വേണം ഒരു 200 രൂപ കൊടുക്കാൻ. അപ്പൊ 200 രൂപ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മരുന്നിന് ഒരു 500 രൂപ. അങ്ങനെ മൊത്തം ഒരു 700-800 രൂപയല്ലേ? ആണോ? ഇവിടുന്ന് അവിടെ വരെ പോകുന്ന വണ്ടി അല്ലേ? എല്ലാം കൂടെ നോക്കുമ്പോ പിന്നെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോ അതിന്റെ ഫീലിങ്സ് വേറെ. അത് കൂട്ടാൻ പറ്റില്ല. അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് വലിയ നഷ്ടമാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. ജലദോഷം പനി നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് 10-300 ലാഭം കിട്ടില്ല. പൈനാപ്പിൾ ജ്യൂസ് ബിരിയാണി ബിരിയാണി എവിടെ ഇരിക്കണേ? ആണോ? ബിരിയാണി മേടിച്ചു ഇതല്ലടാ ഹോർലിക്സ് കട്ടാന്ന് പറയുന്നത്. ഹോർലിക്സ് അല്ലല്ലോ. എന്തൊരു കട്ടാ അറിയൂല. സോറി കുഞ്ഞ്. ഞാൻ അങ്ങനെയാ മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്നേ. ഹോർലിക്സ് കട്ടാന്ന്. പൊടിയൊന്നും ഇല്ലാത്ത കട്ടാ. ഹോർലിക്സ് കേക്കണ്ട. നിന്നെ ആട്ടും. ഇതൊക്കെ പേരാ. ഹോർലിക്സ് പറഞ്ഞത് ശീലം
വെയിലുണ്ടല്ലോ. എടാ കുഞ്ഞ, നിന്റെ കൈ പൊള്ളിട്ടുണ്ട് കേട്ടോ. ആ, നിന്റെ കൈ പൊള്ളിട്ടുണ്ട്. ഇതിന് സൂര്യാഘാതം ഏറ്റിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു കേട്ടോ. ഇതിലാന്ന് പറഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവില്ല. ശരിക്കും നിന്റെ കൈ പൊള്ളിട്ടുണ്ട്. ഇവിടെ വരെ കളർ ഇവിടെ എന്നൊക്കെ പറയാ. ചാനടിച്ച് എന്ന് പറയുന്നത്. അയ്യോ കളി ചക്കാളി കഞ്ചി വീച്ച് എങ്ങോട്ട് ഓർന്നേ ഇങ്ങ വാ. അപ്പൊ കൂട്ടുകാരൻ നമ്മൾ വാങ്ങിച്ച പൈനാപ്പിൾ ആയതാണ് കേട്ടോ. കണ്ടിട്ട് പ്രത്യേക ഷേപ്പുള്ള പൈനാപ്പിൾ അല്ലേ ഇത്? ഇതെന്താ സാധനം? അവന് പൊന്നിന് യൂസ് ഉണ്ടായി കൊടുക്ക. കണ്ടാ ഇത് പഴുത്തില്ലടാ. നല്ലോണം പഴുത്തു കുഞ്ഞ നമുക്ക്. കണ്ടാ നല്ല കളർ, മഞ്ഞ കളർ. മണത്തൊക്കെ നോക്കുന്നു. നല്ല മണടി. ഇതുണ്ടല്ലോ, ഇത് ചിലപ്പോ മണത്താ മതിയോ ജലദോഷം മാറാൻ? അങ്ങനെയല്ലടാ, ഇതിലെന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാവില്ലേ? ഇപ്പം എന്താ പറയാ, എനിക്ക് മണക്ക് മൂക്കടഞ്ഞിരിക്കുമല്ലേ. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ ആയിരുന്നു കേട്ടോ. താങ്ക് യു. എങ്ങനെയുണ്ട്? വീഴ്ത്തിയോ? കൊതിപ്പോയി പെട്ടെന്ന് പിടിച്ചോ. കുടിച്ചോട്ടോ. അപ്പൊ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ നമുക്ക് ജലദോഷം പിടിക്കത്തില്ലല്ലോ. പൊന്നു ജലദോഷം പിടിക്കത്തില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാം. റുക്കു മൈഗോട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞാ ജലദോഷം? പൈനാപ്പിൾ ജ്യൂസ് ആയിട്ടാ? പൈനാപ്പിൾ ജ്യൂസ് നല്ലപോലെ ഇപ്പൊ സമയം 8 മണി ആയിട്ടുണ്ട് രാത്രി. ഇത്ര നേരം കൊണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കണം എന്ന് പറയാൻ ചുമ്മാ അതല്ല തോന്നുന്നു. ഓർമ്മയുണ്ട് കേട്ടോ. ജലദോഷം വരുന്ന കഴിഞ്ഞപ്പോ നിങ്ങൾ ആദ്യം പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാൽ ഞാൻ ഒരു സേഫാണ്. ഞാൻ നേരത്തെ പൈനാപ്പിൾ ജ്യൂസ് കൂട്ടുകാർ, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, നമ്മുടെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം കേട്ടോ. ജലദോഷം പെട്ടെന്ന് മാറാൻ ഓരോ ജില്ലയിൽ ഓരോ പൊടിക്കൈകളാണ്. ആ ചില കടുകോ ഏതാ എന്താ എന്ത് കപ്പേകോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അപ്പൊ അത്ര വീഡിയോ പരിപാടിയാണ്. നാളെ കാണാം. നിങ്ങൾ